ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 2 ശമൂവേൽ 11 അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് ചിന്തിച്ചത്. 11 അധ്യായത്തിൽ യഹോവയായ ദൈവത്തിന് അനിഷ്ടമായ കാര്യം ചെയ്യുന്ന ഒരു ദാവീദിനെയാണ് നമ്മൾ കണ്ടത്. ദാവീദിന് ദൈവം എല്ലാ യുദ്ധവിജയങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. അനേകം ഭാര്യമാരും ദാവീദിനുണ്ടായിരുന്നു, അനേകം പുത്രന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദിൻ്റെ തന്നെ ഒരു പടയാളിയായ ഭൃത്യനായ ഊരിയാവ് എന്ന ഒരാളിൻ്റെ ഭാര്യയായ ബേത്ശെബ എന്ന ഒരു സ്ത്രീയെ കണ്ട് ദാവീദ് മോഹിച്ചു. അവളെ ഭാര്യയായിട്ട് സ്വന്തമാക്കുവാനായിട്ട് ദാവീദിന് ഇഷ്ടം തോന്നി. എന്നാൽ അതിനു വേണ്ടിയിട്ട് ഊരിയാവിനെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ദാവീദ് ചില പദ്ധതികൾ എങ്ങനെ ആസൂത്രണം ചെയ്തു. അങ്ങനെ അമ്മോന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ ഊരിയാവിനെ വെട്ടുകൊണ്ട് വീഴത്തക്ക വിധത്തിൽ ഊരിയാവിനെ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ അധ്യായത്തിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഊരിയാവ് വെട്ടുകൊണ്ട് മരിച്ചു. അതിനുശേഷം ദാവീദ് ആളയച്ച് അവളെ അരമനയിൽ വരുത്തി അവൻ്റെ ഭാര്യയായി ഒരു മകനെ പ്രസവിച്ചു. എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയായ ദൈവത്തിന് അനിഷ്ടമായിരുന്നു എന്ന് അവിടെ 11 അധ്യായത്തിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 12 അധ്യായത്തിൽ വരുമ്പോൾ ആ അനിഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് യഹോവയായ ദൈവത്തിന് അനിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ വളരെയധികം ദൈവകോപത്തിന് ഇരയായി തീരേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് 12 അധ്യായത്തിൽ പറയുന്നത്. അനന്തരം യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. അപ്പോൾ അന്നത്തെ കാലത്ത് നാഥാൻ പ്രവാചകനായിരുന്നു ആ കാലത്തുണ്ടായിരുന്ന പ്രവാചകൻ. അപ്പോൾ നാഥാൻ പ്രവാചകൻ ചെന്നിട്ട് ദാവീദിൻ്റെ അടുത്ത് ചെന്ന് ദാവീദിനോട് ഒരു ഉപമ അല്ലെങ്കിൽ ഒരു കഥ പറയാനായിട്ട് ഇടയായി തീർന്നു. യഹോവ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ യഹോവയായ ദൈവമാണ് നാഥാൻ പ്രവാചകൻ വഴി ദാവീദിന് അരുളപ്പാട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അയച്ചതാണ്. അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു, ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ ധനവാൻ, മറ്റൊരാൾ ദരിദ്രൻ. ഈ ധനവാനായിട്ടുള്ള ആളിന് ധാരാളം ആടുമാടുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ദരിദ്രന് താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു കുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദാവീദിനെയും ഊരിയാവിൻ്റെയും സിറ്റുവേഷൻ വെച്ചിട്ട് അവരുടെ കാര്യത്തെക്കുറിച്ചാണ്, അവരെ സാമ്യപ്പെടുത്തിയുള്ള കഥയാണത്. അപ്പോൾ അങ്ങനെ ആ ദരിദ്രൻ്റെ അടുത്തുള്ള പെൺകുഞ്ഞാട് ഈ ധനവാൻ്റെ അടുക്കലും അവൻ്റെ മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അങ്ങനെ അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവനൊരു മകളെ പോലെയും ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി ഇരിക്കുന്ന സമയത്ത് ഈ ധനവാൻ്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. അങ്ങനെ വഴിയാത്രക്കാരൻ വന്നപ്പോഴത്തേക്കും ആ ഒരു അതിഥിക്ക് വേണ്ടിയിട്ട്, ആ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട്, ഫ്രണ്ടിന് വേണ്ടിയിട്ട് നല്ലൊരു വിരുന്ന് കൊടുക്കാൻ ഈ ആടിനെ പിടിച്ച് കൊന്ന് അതിനെ പാകം ചെയ്തു. അതാണ് സംഭവം. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് അവനൊരു മകളെ പോലെയും ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ ആട്ടിൻകുട്ടിയെ. അത് യഥാർത്ഥത്തിൽ ആ ധനവാനെ സൂചിപ്പിക്കുന്നത് ദാവീദ് രാജാവ്. അപ്പോൾ ദാവീദ് രാജാവിന് ഇതെല്ലാം സ്വന്തമായിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവിനെ സംബന്ധിച്ച് ആ രാജ്യത്തിൻ്റെ തന്നെ മൊത്തത്തിലുള്ള അപ്പന അല്ലെങ്കിൽ പിതാവ് എന്നുള്ള ഒരു സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. കാരണം എല്ലാത്തിനെയും നേരിട്ട് രക്ഷിക്കുന്ന ആൾ എന്നുള്ള നിലയിലാണല്ലോ. അപ്പോൾ ആ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തുള്ള മറ്റു പ്രജകളും അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും സ്വന്തം മക്കളാണ്, ആശ്രിതന്മാർ അല്ലെങ്കിൽ മക്കൾ, അങ്ങനെയുള്ള സ്ഥാനങ്ങൾ. അപ്പോൾ ആ ഒരു സ്ഥാനം മനസ്സിലാക്കാതെ ധനവാൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവിടെ ചുരുക്കമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തൻ്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു അല്ലെങ്കിൽ വഴിപോക്കൻ വന്നു, ഒരു അതിഥി വന്നു എന്ന് പറയുന്നത്, ആ വഴിയാത്രക്കാരൻ അല്ലെങ്കിൽ വഴിപോക്കൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആഗ്രഹമാണ്.
ഈ ധനവാൻ അല്ലെങ്കിൽ ദാവീദ് രാജാവിന് ആ സ്ത്രീയോട് തോന്നിയ ആഗ്രഹത്തെയാണ് അവിടെ ഒരു വഴിപോക്കൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വഴിപോക്കൻ്റെ ആ ആഗ്രഹത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ആ സ്ത്രീയെ മറ്റൊരു വളഞ്ഞ വഴിയിൽ കൂടി ഇങ്ങനെ സ്വന്തമാക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദാവീദ് രാജാവിൻ്റെ കോപം ആ മനുഷ്യൻ്റെ നേരെ ഏറ്റവും ജ്വലിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അവൻ നാഥാനാണ്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ, അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ശിക്ഷയും വിധിച്ചു. അപ്പോൾ ആടായതുകൊണ്ടാണ് 4 ഇരട്ടി കൊടുക്കണമെന്ന് പറഞ്ഞത്. അതൊരു മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ കൊലയ്ക്ക് പകരം കൊല എന്ന ന്യായപ്രമാണ ശിക്ഷ തന്നെ അവിടെ വരും. ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ആയപ്പോഴത്തേക്കും നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബാക്കി ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ദാവീദ് രാജാവ്. എന്നിട്ട് പറഞ്ഞു, ദൈവം അരുളി ചെയ്യുന്നതാണ്, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിൻ്റെ യജമാനൻ്റെ ഗൃഹത്തെയും നിൻ്റെ മാർഗ്ഗത്തിലേക്ക് നിൻ്റെ യജമാനൻ്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. അപ്പോൾ നിനക്ക് ആവശ്യമുള്ള എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ നിനക്ക് തരുമായിരുന്നു, നീ ചോദിച്ചില്ല എന്നാണ് യഹോവയായ ദൈവം അവിടെ അരുളി ചെയ്യുന്നത്. നിനക്കെല്ലാം തന്നു എന്നുള്ളതാണ്. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായത് ചെയ്തത് എന്തിന്? പിന്നെ പറയുന്നു, അതൊരു രാജരഹസ്യം കൂടിയാണ് അവിടെ പറയുന്നത്. ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു. അപ്പോൾ ഈ ഹിത്യനായ ഊരിയാവിനെ കൊല്ലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു എഴുത്തെഴുതി അത് ഊരിയാവിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തയക്കുകയാണ് ചെയ്തത്, യോവാബ് എന്ന സൈന്യാധിപൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഈ ഊരിയാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എഴുത്തെഴുതിയിട്ട് ഊരിയാവിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടു. ആ ഊരിയാവിന് ആ കാര്യം പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അത്രയും രാജരഹസ്യമായിരുന്നു ഈ സംഗതി. എന്നാൽ യഹോവയായ ദൈവത്തിന് എല്ലാം അറിയാവുന്നതുകൊണ്ട് ദൈവം അത് നാഥാൻ പ്രവാചകനെ വിളിച്ച് നാഥാൻ പ്രവാചകനോട് കൽപ്പിച്ചു, ഇങ്ങനെയാണ് ദാവീദ് രാജാവ് ചെയ്തത്, അതുകൊണ്ട് ഇതാണ് എൻ്റെ അരുളപ്പാട് എന്ന് നീ അവനെ അറിയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദൈവം അയച്ച പ്രകാരമാണ് നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ പിന്നെ 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിൻ്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഈ പറയുന്ന പോലെ ഈ യുദ്ധങ്ങളുടെയും പലതരത്തിലുള്ള ആക്രമണങ്ങളും യുദ്ധങ്ങളും അങ്ങനെ കണ്ടിന്യൂസ് ഇനി ചരിത്രത്തിൽ മുഴുവൻ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. നമ്മൾ പിന്നീട് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യുദ്ധം കഴിഞ്ഞ നേരങ്ങൾ വളരെ ചുരുക്കമേ ഉണ്ടായിട്ടുള്ളൂ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിൻ്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. അത് നമുക്ക് അടുത്ത വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്നുള്ളത്. കാരണം ദാവീദിൻ്റെ സ്വന്തം മകൻ തന്നെ ദാവീദ് രാജാവിനെതിരെ തിരിഞ്ഞ് ദാവീദ് രാജാവിനെ ഒരു കുറച്ച് കാലത്തേക്കെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ അതിനേക്കാളും വലിയ കാര്യമാണ് ഇവിടെ പിന്നെ പറയുന്നത്, നീ കാണുക, ഞാൻ നിൻ്റെ ഭാര്യമാരെ എടുത്ത് നിൻ്റെ കൂട്ടുകാരന് കൊടുക്കും, അവൻ ഈ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നിൻ്റെ ഭാര്യമാരോട് കൂടെ ചെയ്യിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുക സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നടത്തും. അപ്പോൾ ഇതെല്ലാം ചെയ്ത പ്രവൃത്തികൾക്ക് ഉള്ള പകരം എന്നുള്ള നിലയിലുള്ള ഒരു സംഗതികളാണ്. കാരണം പിന്നെ ദൈവസന്നിധിയിൽ ചെയ്ത തെറ്റുകൾക്ക് ഉള്ള ശിക്ഷകളാണ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതെല്ലാം ഇത്രയും ശിക്ഷകളാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ദാവീദ് രാജാവിനെ അപ്പോൾ ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല, എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞ് നാഥാൻ തൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ പാപം ചെയ്തത് ക്ഷമിച്ചു. പാപം ചെയ്തിങ്ങനെ തന്നെ ചില കുഴപ്പങ്ങളും ഈ ഇങ്ങനെയുള്ള അരുളപ്പാടുകളും അല്ലെങ്കിൽ അത്തരം കൽപ്പനകളൊക്കെ കിട്ടി എങ്കിൽ പോലും അത് ഈ ദാവീദിൻ്റെ പേരിലുള്ള ആ ഒരു പാപം
മാറി, മോചിച്ചു, മരിക്കുകയില്ല. കാരണം ആ പാപങ്ങളുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അതുപോലൊരു കൊലപാതകം ചെയ്ത അതിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മരണമായിരുന്നു. ആ മരണത്തിൽ നിന്ന് ദാവീദിനെ രക്ഷിച്ചു. എങ്കിലും പക്ഷേ ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന ആ കോപം തീർച്ചയായിട്ടും അത് ബലമുണ്ടാക്കും എന്നുള്ളതാണ് അവിടെ നാഥാൻ പ്രവാചകൻ വഴി ദൈവം അരുളി ചെയ്തത്. പിന്നെ അതുകൂടാതെ ഈ സ്ത്രീയിൽ, ഈ മോഹിച്ച് കല്യാണം കഴിച്ച ആ സ്ത്രീയിലുണ്ടായ ആ കുഞ്ഞ് ഇതിൻ്റെ ഫലമായിട്ട് മരണശിക്ഷ അനുഭവിക്കാനായിട്ട് ഇടയായി തീരുകയാണ്. അങ്ങനെ ഊരിയാവിൻ്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു. അതിന് കഠിന രോഗം പിടിച്ചു. ദാവീദ് കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദാവീദ് പിന്നെ ഒരു പിതാവെന്നുള്ള നിലയിൽ ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് വളരെയധികം അപേക്ഷിക്കുകയും ഉപവസിക്കുകയും ഉപവാസം എടുക്കുകയും അകത്ത് കിടന്ന് രാത്രി മുഴുവൻ നിലത്ത് കിടക്കുകയും ചെയ്തു. അവൻ്റെ ഗൃഹപ്രമാണികൾ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ ഉത്സാഹിച്ചുകൊണ്ട് അരികെ നിന്നു. എന്നാൽ അവന് മനസ്സായില്ല, അവരോട് കൂടെ ഭക്ഷണം കഴിച്ചതുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു. എങ്കിലും 7-ാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള കാര്യം ദാവീദിനെ അറിയിക്കാനായിട്ട് വൃത്യന്മാർക്ക് ഭയമായിരുന്നു. കാരണം രാജാവാണ്. ഇപ്പോൾ രാജാവ് കുഞ്ഞ് ജീവനോട് ഇരുന്ന സമയത്ത് രാജാവ് ഇവർ പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പോൾ പിന്നെ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള കാര്യം എങ്ങനെ ചെന്ന് പറയുക എന്നാൽ അവർ പേടിച്ച് നിൽക്കുകയാണ്. കാരണം അതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞിട്ടുള്ളവരെയൊക്കെ ദാവീദ് രാജാവ് കൊലപ്പെടുത്തിയ സംഭവങ്ങൾ നമ്മളിതിന് മുമ്പുള്ള അധ്യായത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവർ ആകെ പേടിച്ചിങ്ങനെ നിൽക്കുന്നത് ഇതിങ്ങനെ കണ്ടപ്പോഴത്തേക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പതുക്കെ ഈ രഹസ്യം പറയുന്ന പോലെ സംസാരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ദാവീദ് രാജാവിന് കാര്യം മനസ്സിലായി. തൻ്റെ വൃദ്ധന്മാരോട് ചോദിച്ചു, കുഞ്ഞ് മരിച്ചു പോയോ എന്ന് ചോദിച്ചു. മരിച്ചുപോയി എന്നവർ പറഞ്ഞു. പിന്നെ ദാവീദ് രാജാവ് പിന്നെ നിലത്ത് കിടന്നില്ല. പിന്നെ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി യഹോവയുടെ ആലയത്തിൽ ചെന്ന് നമസ്കരിച്ചു. അരമനയിൽ വന്നു അവൻ്റെ കൽപ്പന പ്രകാരം അവർ ഭക്ഷണം അവൻ്റെ മുമ്പിൽ വെച്ച് അവൻ ഭക്ഷിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോർമൽ ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വൃത്തിമാർ ചോദിച്ചു, അതെന്താ ഇങ്ങനെ കുഞ്ഞ് ഇപ്പോൾ ഈ ചെയ്തത് എന്താ, കുഞ്ഞ് പോയല്ലോ, പിന്നെ അങ്ങനെ ഇത്ര പിന്നെ ദുഃഖമൊന്നുമില്ലാതെ എന്നുള്ള നിലയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദാവീദ് പറഞ്ഞത്, കുഞ്ഞ് ജീവനോട് ഇരുന്ന സമയത്ത് ഞാൻ ചെയ്യേണ്ട കാര്യം അത് ഉപവസിച്ചു, കരഞ്ഞു, പ്രാർത്ഥിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം എന്നോട് ദയ ചെയ്യുമോ ഇല്ലയോ എന്ന് ആർക്കറിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തു. എന്നാൽ 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുഞ്ഞ് അതൊരു ജനിച്ച പാടെയുള്ള ഒരു കുഞ്ഞായിരുന്നു, വളരെ ചെറുതായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് അസുഖം വന്നും ബാധിച്ച് മരിച്ചുപോയി. അപ്പോൾ പിന്നെ പോയതിന് ശേഷം പിന്നെ ഇത് ഉപവസിക്കുന്നത് എന്തിനാണ്? കാരണം തിരിച്ചു വരുത്താനായിട്ട് മനുഷ്യന് കഴിവില്ല. ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പോകുകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് തൻ്റെ ഭാര്യയെ ബത്ശേബയെ ആശ്വസിപ്പിച്ച് അവളുടെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ വീണ്ടും കുറേ കാലം കഴിഞ്ഞിട്ട് അവർക്കൊരു മകൻ പിന്നെ ഉണ്ടായി. ആ മകനാണ് പിന്നീട് രാജാവായി വന്ന ശലോമോൻ രാജാവിനെ കുറിച്ച് വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. യഹോവ അവനെ സ്നേഹിച്ചു, അവൻ നാഥാൻ പ്രവാചകനെ നിയോഗിച്ചു, അവൻ യഹോവയുടെ പ്രീതി നിമിത്തം അവനെ യദീദ്യാവ് എന്ന് പേർ വിളിച്ചു. അപ്പോൾ ശലോമോൻ്റെ മറ്റൊരു പേരാണ് യദീദ്യാവ്. അങ്ങനെ ആ ഒരു സംഭവങ്ങളെല്ലാം അതുപോലെ അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം യോവാബ്, അതായത് ദാവീദിൻ്റെ സൈന്യാധിപനായ യോവാബ് അമ്മോന്യരുടെ റാബ എന്നുള്ള സ്ഥലത്തോട് ഇങ്ങനെ അതിന് ഡിഫെൻഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സിറ്റി പിടിച്ച് എന്നിട്ട് പറഞ്ഞു, ഞാൻ റാബയോട് പൊരുതി ജലനഗരം പിടിച്ചിരിക്കുന്നു. ആകയാൽ ഞാൻ നഗരം പിടിച്ചിട്ട് കീർത്തി എനിക്കാകാതിരിക്കേണ്ടതിന് നീ ശേഷം ജനത്തെ ഒരുമിച്ച് കൂട്ടി നഗരത്തിന് നേരെ പാളയിറങ്ങി അതിനെ പിടിച്ചു കൊള്ളുക എന്ന് പറയിച്ചു. ഇപ്പോൾ രാജാവ് നഗരം പിടിച്ചു എന്നതിന് പകരം സൈന്യാധിപൻ പിടിച്ചു എന്നുള്ള രീതിയിൽ അവിടെ ആളുകൾ പറഞ്ഞു നടക്കാനായിട്ട് ഇടയാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവിന് വന്ന് ഈസി ആയിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കണ്ടീഷൻ ഇട്ട് കൊടുത്തു. അങ്ങനെ ദാവീദ് മറ്റ് പടയാളികളെല്ലാം കൂട്ടിക്കൊണ്ട് ചെന്ന് അവന് ഈ റാബയിലേക്ക് ചെന്ന് അവിടുത്തെ ജനങ്ങളെയെല്ലാം അവിടെയുള്ള പടയാളികളെയൊക്കെ കൊന്ന് അങ്ങനെ അവരുടെ രാജാവിൻ്റെ കിരീടം അവൻ്റെ തടയിൽ നിന്ന് എടുത്ത് അത് ദാവീദിൻ്റെ തലയിൽ അവർ വെച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ നഗരമൊക്കെ കൊള്ളയിട്ട് ഇപ്പോൾ അന്നത്തെ കാലത്ത് യുദ്ധം നടക്കുമ്പോഴെല്ലാം യുദ്ധം തോൽക്കുന്ന ഏത് പ്രദേശമാണോ അവിടെയുള്ള ഇതെല്ലാം ജയിച്ച ആളുകൾ കൊള്ളയിടും. അങ്ങനെയിട്ട് കൊള്ളകളെല്ലാം എടുത്തുകൊണ്ട് വന്നു
ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന മറ്റേ ആളുകളെയൊക്കെ ഇങ്ങനെ ഓരോരോ വലിയ രീതിയിലുള്ള ഈ പണികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ആക്കി കുഴിയ വേലകൾക്ക്, അതായത് വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുള്ള ജോലിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ നിയോഗിച്ചു. ഈർച്ചവാളിനും മെതിവണ്ടിക്കും കോടാലിക്കും ആക്കി, പിന്നെ ഇഷ്ടിക ചൂളയിലും വേല ചെയ്യിച്ചു എന്നിങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളിലും ഉള്ള ജനങ്ങളോടും അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ അതിന് ശേഷം അവർ തിരിച്ചു പോന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ 12-ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞു. അതിൻ്റെ ശേഷം 13-ാമത്തെ അധ്യായത്തിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്, അതിൻ്റെ ശേഷം സംഭവിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ കുഴപ്പങ്ങൾ പിന്നെ അപ്പോഴും തീരുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പോലെ പിന്നെ ഈ ദാവീദിൻ്റെ ഗൃഹത്തിൽ പിന്നെ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത സംഭവമാണ് ഇതിൽ പറയാൻ പോകുന്നത്. ദാവീദിൻ്റെ മകനായ അബ്ശാലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പോൾ ദാവീദിൻ്റെ കാര്യം നമുക്കറിയാം, ദാവീദിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഭാര്യയിലുണ്ടായ ഒരു മകനാണ് അബ്ശാലോം. അപ്പോൾ ആ ഭാര്യയിൽ തന്നെ ഉണ്ടായ മറ്റൊരു കുട്ടിയാണ് ഒരു സഹോദരിയായിട്ട് ഉണ്ടായിരുന്നത്. അവൾക്ക് താമാർ എന്ന് പേര്. അപ്പോൾ മറ്റൊരു മകനായ അമ്നോന് താമാറിനോട് പ്രേമം തോന്നി. അപ്പോൾ താമാറിനോട് പ്രേമം തോന്നിയിട്ട് അങ്ങനെ വളരെയധികം ഈ ആഗ്രഹം ഭയങ്കരമായിട്ടങ്ങ് കൂടി ഒരു മനോരോഗി പോലെയൊക്കെ ആയി മാറി ഈ അമ്നോൻ. അപ്പോൾ അതുകൊണ്ട് ഈ അമ്നോൻ മറ്റേ തൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാളുണ്ട്, യോനാദാബ് എന്ന പേരുള്ള ദാവീദിൻ്റെ ജ്യേഷ്ഠനായ ശിമയുടെ മകനായ യോനാദാബ്. അപ്പോൾ യോനാദാബ് വലിയ ഒരു കൗശലക്കാരനായിരുന്നു. അപ്പോൾ യോനാദാബിനെ കണ്ടപ്പോഴത്തേക്ക് എന്നെ ചോദിച്ചു, എന്തു പറ്റി രാജകുമാരൻ, നീ എന്താ ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു. ഇങ്ങനെ സഹോദരനായ അബ്ശാലോമിൻ്റെ പെങ്ങളുടെ താമാറിൽ എനിക്ക് പ്രേമം ജനിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അവർ തമ്മിൽ ആലോചിച്ച ഒരു ഐഡിയ ഉണ്ടാക്കി. യോനാദാബ് രോഗം നടിച്ച് കിടക്കയിൽ കിടന്നു. അപ്പോൾ ഇങ്ങനെ കാണാനായിട്ട് നിൻ്റെ അപ്പൻ, അതായത് ദാവീദ് രാജാവ് വരുമ്പോൾ എൻ്റെ സഹോദരിയായ താമാർ വന്ന് എന്നെ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കുകയാണോ, അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുക അവൾ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഭക്ഷണം ഒരുക്കണം എന്ന് അപേക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ രോഗം നടിച്ചു കിടന്നു. ഈ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്തു. അപ്പോൾ താമാർ തൻ്റെ സഹോദരനായ അമ്നോൻ്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവ് എടുത്ത് കുഴച്ച് അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വടകളായി ചുട്ടു. ഉരുളിയോടെ എടുത്ത് അവൻ്റെ മുമ്പിൽ വിളമ്പി. എന്നാൽ ഭക്ഷിപ്പാൻ അവന് ഇഷ്ടമായില്ല. എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിൻ എന്ന് അമ്നോൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പുറത്താക്കി. എന്നിട്ട് താമാറിനോട് അത് എടുത്തുകൊണ്ട് അകത്ത് ഉൾമുറിയിൽ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ താമാറിനോട് അമ്നോൻ അരുതാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് അവിടെ കാണുന്നത്. താമാർ എതിർക്കുന്നുണ്ട്. എന്നാൽ എതിർക്കുന്നതും അമ്നോൻ സമ്മതിക്കുന്നില്ല. എൻ്റെ സഹോദര അരുതേ, എന്നെ അപമാനിക്കരുത്, ഇസ്രായേലിൽ ഇത് കൊള്ളരുതാത്തതല്ലോ, ഈ വഷളത്വം ചെയ്യരുത്, എൻ്റെ അപമാനം ഞാൻ എവിടെ കൊണ്ടുപോയി വയ്ക്കും, നീയും ഇസ്രായേലിൽ വർഷന്മാരുടെ കൂടുതലായി പോകുമല്ലോ, നീ രാജാവിനോട് പറയുക, അവൻ എന്നെ നിനക്ക് തരാതിരിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരെയുള്ള വഴിയുണ്ട്. അപ്പോൾ നേരെയുള്ള വഴി കൂടെ പോകാതെ വളഞ്ഞ വഴി കൂടെ നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ സ്ത്രീയോട് വളരെ മോശമായി ബലാത്കാരന്മാരെ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ ഈ താമാറിനെ അമ്നോൻ വളരെയധികം വെറുത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് സ്നേഹത്തെ പിന്നെ അവിടെ നിന്ന് അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ അവളെ വെറുത്ത വെറുപ്പ് വലുതായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ പ്രശ്നങ്ങളായി. എന്നിട്ട് താമാർ ഈ അമ്നോനോട് പറഞ്ഞു, അങ്ങനെ അരുത്, നീ എന്നോട് ചെയ്ത മറ്റേ ദോഷത്തെക്കാൾ എന്നെ പുറത്താക്കി കളയുന്ന ഈ ദോഷം ഏറ്റവും വലുതായിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ വേലക്കാരോട് പറഞ്ഞു പിടിച്ച് പുറത്താക്കുക. അങ്ങനെ പിടിച്ച് പുറത്താക്കി ഇങ്ങനെ അത് വാതിലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ താമാർ വളരെ ദുഃഖിച്ച് വിഷമിച്ച് തലയിൽ വെണ്ണീർ വാരിയിട്ട് താൻ ധരിച്ചിരുന്ന നിലയങ്കി കീറി തലയിൽ കൈയും വെച്ച് നിലവിളിച്ചും കൊണ്ട് നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ട്
താമാറിൻ്റെ സഹോദരനായ അബ്ശാലോം ചെന്ന് താമാറിനെ പിടിച്ച് അവൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ചോദിച്ചു, എന്താണ് കാര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അവർക്ക് കാര്യം മനസ്സിലായി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിൻ്റെ സഹോദരനായ അമ്നോൻ നിൻ്റെ അടുക്കലായിരുന്നു, ആകട്ടെ സൗകര്യം ഉണ്ടായിരിക്കുക, അവൻ നിൻ്റെ സഹോദരനല്ലോ, ഈ കാര്യം മനസ്സിൽ വയ്ക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ താമാറിനെ തൻ്റെ സഹോദരനായ അബ്ശാലോമിൻ്റെ വീട്ടിൽ ഏകാഗിയായി പാർത്തു. ദാവീദ് രാജാവ് ഈ കാര്യമൊക്കെയും കേട്ടപ്പോൾ അവൻ്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്നാൽ അബ്ശാലോം അമ്നോനോട് ഗുണമോ ദോഷമോ ഒന്നും സംസാരിച്ചില്ല. അങ്ങനെ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ അബ്ശാലോമിന് ഈ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ ആ ചടങ്ങിന് അബ്ശാലോം രാജകുമാരന്മാരെ എല്ലാവരെയും ക്ഷണിച്ചു. രാജാവിൻ്റെ അടുക്കലും രാജാവിനെയും ക്ഷണിച്ചു, ദാവീദ് രാജാവിനെയും ക്ഷണിച്ചു. അടിയൻ ആടുകളെ രോമം കത്തിരിക്കുന്ന ഒരു ഇതുണ്ട്, രാജാവും കൃത്യന്മാരും അടിയനോട് കൂടെ വരണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ അബ്ശാലോമിനോട്, വേണ്ട മകനെ, ഞങ്ങളെല്ലാവരും വന്നാൽ നിനക്ക് ഭാരമാകും എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നിർബന്ധിച്ചിട്ടും പോകുന്നില്ല, രാജാവ് വരാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ സഹോദരൻ അമ്നോൻ ഞങ്ങളോട് കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് ഈ രാജകുമാരന്മാരെയും അമ്നോനെയും രാജകുമാരന്മാരെയൊക്കെ ഈ അബ്ശാലോമിൻ്റെ കൂടെ അയച്ചു. എന്നിട്ട് തൻ്റെ വേലക്കാരോട് പ്രത്യേകമായിട്ട് ഈ അബ്ശാലോം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമ്നോൻ വീഞ്ഞു കുടിച്ച് അവൻ വളരെയധികം ഇങ്ങനെ പൂസായിട്ട് വീഞ്ഞു കുടിച്ചിരിക്കുമ്പോഴത്തേക്കും അമ്നോനെ അടിച്ചു കൊല്ലുവിൻ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളവനെ കൊല്ലുവിൻ, ഭയപ്പെടരുത്, ഞാനല്ലയോ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അബ്ശാലോം കൽപ്പിച്ചതുപോലെ തന്നെ അബ്ശാലോമിൻ്റെ ബാല്യക്കാരെ അമ്നോനോട് ചെയ്തു. അങ്ങനെ അമ്നോനെ കൊന്നുകളഞ്ഞു. അപ്പോൾ മറ്റേ പഴയ സംഭവത്തിൻ്റെ പ്രതികാരം തീർത്തതാണ്. അങ്ങനെ ചെയ്തു. അപ്പോൾ പക്ഷേ ഈ സംഭവം ഇത് പെട്ടെന്ന് നടന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള രാജകുമാരന്മാരെല്ലാവരും എഴുന്നേറ്റ്, ബാക്കി ദാവീദ് രാജാവിൻ്റെ ബാക്കിയുള്ള പുത്രന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം പെട്ടെന്ന് ഓരോ കഴുതപ്പുറത്ത് കയറി അവർ ഓടിപ്പോയി, പേടിച്ചുപോയി. അവർ വഴിയിലായിരിക്കുമ്പോൾ തന്നെ അബ്ശാലോം രാജകുമാരെയൊക്കെയും കൊന്നു കളഞ്ഞു, അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല എന്ന ദാവീദിന് വർത്തമാനം എത്തി. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി നിലത്ത് കിടന്നു. അവൻ്റെ സകല ഭൃത്യന്മാരും വസ്ത്രം കീറി അറിയാൻ നിന്നു. എന്നാൽ ദാവീദിൻ്റെ ജ്യേഷ്ഠനായ ശിമയുടെ മകനായ യോനാദാബ് പറഞ്ഞു, അവർ രാജകുമാരന്മാരായ യുവാക്കളെയൊക്കെയും കൊന്നു കളഞ്ഞു എന്ന് യജമാനൻ വിചാരിക്കരുത്, അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. തൻ്റെ സഹോദരിയായ താമാറിനെ അവൻ അപമാനിച്ച നാൾ മുതൽ അബ്ശാലോമിൻ്റെ മുഖത്ത് ഈ നിർണയം കാണുവാനുണ്ടായിരുന്നു. ആകയാൽ രാജകുമാരന്മാരൊക്കെയും മരിച്ചുപോയി എന്നുള്ള വർത്തമാനം യജമാനായ രാജാവ് ഗണ്യമാക്കരുത്, അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം മനസ്സിലായി. എന്നാൽ അബ്ശാലോം രാജാവ് ഇത് അറിഞ്ഞു എന്നുള്ള വിവരം അറിഞ്ഞപ്പോഴത്തേക്കും ഓടിപ്പോയി. അപ്പോൾ അങ്ങനെ പേടിച്ച് ഓടിപ്പോയിട്ട് അമ്മീഹൂദിൻ്റെ മകനായ ഗശൂർ രാജാവായ തൽമായിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ ആ ദേശം തന്നെ വിട്ടുപോയി പുള്ളി. എന്നാൽ ദാവീദ് രാജാവ് ഇടപെടാതെ തന്നെ മകനെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ള പുത്രന്മാരൊക്കെ അപ്പോഴേക്കും കൊട്ടാരത്തിൽ വന്നു. ഇങ്ങനെ അബ്ശാലോം ഗശൂരിലേക്ക് ഓടിപ്പോയി 3 വർഷം അവിടെ താമസിച്ചു. 3 സംവത്സരം അവിടെ താമസിച്ചു. അങ്ങനെ ദാവീദ് രാജാവ് അബ്ശാലോമിനെ കാണാൻ വാഞ്ചിച്ചു. മരിച്ചുപോയ അമ്നോനെ കുറിച്ചുള്ള ദുഃഖത്തിന് ആശ്വാസം വന്നിരുന്നു. അതിനുശേഷം 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ അബ്ശാലോമിനോട് ഇങ്ങനെ ദാവീദ് ക്ഷമിച്ചു എന്നുള്ളൊരു മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ യോവാബ്, അത് സെരൂയയുടെ മകനായ യോവാബ്, ദാവീദിൻ്റെ സൈന്യാധിപനായ യോവാബ് ഇത് കാര്യങ്ങൾ അറിഞ്ഞ് ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തിയിട്ട്, ഒരു വിവേകവതിയായ സ്ത്രീയെ വിളിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തെക്കോവയിലേക്ക് ആളയച്ച് അവിടെ നിന്ന് വിവേകവതിയായ ഒരു സ്ത്രീയെ വരുത്തി അവളോട്
മരിച്ചു പോയതിനെക്കുറിച്ച് ഏറിയ നാളായിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ ഭാഗത്ത് നീ ദുഃഖം നടിച്ചും ദുഃഖവസ്ത്രം ധരിച്ചും തൈലം പുശാതെയും രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ഇന്ന പ്രകാരം സംസാരിക്കണമെന്ന് പറഞ്ഞ് ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ട് അതും ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു യഥാർത്ഥ സംഭവമായിട്ട് ഒരു സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ്. ഭർത്താവ് മരിച്ചുപോയി, എന്നാൽ 2 പുത്രന്മാരുണ്ടായിരുന്നു. വയറ് വെച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി. അങ്ങനെ ആരും പിടിച്ചു മാറ്റാൻ ഇല്ലാത്തതുകൊണ്ട് അവർ അതിൽ ഒരാൾ മറ്റൊരാളെ കൊന്നു. അപ്പോൾ പെട്ടെന്ന് നാട്ടുകാരെല്ലാം കൂടെ എഴുന്നേറ്റ് പെട്ടെന്ന് വന്ന് ഈ സഹോദരനെ കൊന്നവനെ ഏൽപ്പിച്ച് തരിക. അവൻ കൊന്ന സഹോദരൻ്റെ ജീവന് പകരം അവനെയും കൊന്ന് അങ്ങനെ അവകാശികളെ നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഈ നാട്ടുകാർ എല്ലാം എതിരായി. അപ്പോൾ ഇനി ബാലൻസുള്ള അവനെയും കൂടെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുമില്ല എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ രാജാവിനോട് ഇത് ചെന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോകാൻ, ഞാൻ നിൻ്റെ കാര്യത്തിൽ കൽപ്പന കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് യഹോവയാണ് നിൻ്റെ മകൻ്റെ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല എന്ന് രാജാവിനെ കൊണ്ട് പറയിച്ചു. അപ്പോൾ സ്ത്രീ വീണ്ടും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട്, കാരണം വിവേകവതിയായ സ്ത്രീ എന്നാണ് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ടുള്ള ഒരു സെൻറ്റൻസ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യം നീ ദൈവത്തിൻ്റെ ജനത്തിന് വിരോധമായി വിചാരിക്കുന്നത് എന്ത്? രാജാവ് തൻ്റെ പ്രശ്നനെ മടക്കി വരുത്താഞ്ഞതിനാൽ ഇപ്പോൾ കൽപ്പിച്ച വചനം കൊണ്ട് രാജാവ് തന്നെ കുറ്റക്കാരനെന്ന് വന്നുവല്ലോ. നാം മരിക്കേണ്ടുന്നവരല്ലോ, നിലത്ത് ഒഴിച്ചു കളഞ്ഞതും വീണ്ടും ചേർത്ത് കൂടാത്തതുമായ വെള്ളം പോലെ ഇരിക്കുന്നു. ദൈവം ജീവനെ എടുത്തു കളയാതെ ഭ്രഷ്ടനായവൻ തനിക്ക് ഇനിയും ഭ്രഷ്ടനായിരിക്കത്തക്കവണ്ണം മാർഗം ചിന്തിക്കുന്നു. ഞാനിപ്പോൾ യജമാനായ രാജാവിനെ ഈ കാര്യം ഉണർത്തിപ്പാൻ വന്നത് ജനം എന്നെ ഭയപ്പെടുത്തുക കൊണ്ടാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ രാജാവിനെ ഉണർത്തിക്കട്ടെ, പക്ഷേ രാജാവ് അടിയൻ്റെ അപേക്ഷ പ്രകാരം ചെയ്യുമായിരിക്കും. രാജാവ് കേട്ട് എന്നെ എൻ്റെ മകനെ ഒന്നിച്ച് ദൈവത്തിൻ്റെ അവകാശത്തിൽ നിന്ന് നശിപ്പിക്കാൻ ഭാവിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമല്ലോ എന്ന് അടിയൻ വിചാരിച്ചു എന്നിങ്ങനെ പറഞ്ഞു ഗുണവും ദോഷവും തിരിച്ചറിയാൻ യജമാനായ രാജാവ് ഒരു ദൈവദൂതനെ പോലെ ഇരിക്കുന്നുവെന്നും അടിയൻ വിചാരിച്ചു എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രാജാവിന്, അതായത് ദാവീദ് രാജാവിന് കാര്യം മനസ്സിലായി. ഇതിൻ്റെ പുറകിൽ മറ്റൊരാളുണ്ട്. അങ്ങനെ രാജാവ് ചോദിച്ചു, ഇപ്പോൾ ഇതിലൊക്കെയും യോവാബിൻ്റെ കൈയില്ലയോ എന്ന് ചോദിച്ചതിന് സ്ത്രീ ഉത്തരം പറഞ്ഞത്, യജമാനായ രാജാവേ, നിൻ്റെ ജീവനാണ് യജമാനായ രാജാവ് അരുളി ചെയ്താൽ വലത്തോട്ടോ ഇടത്തോട്ടോ ആർക്കും മാറിക്കൂടാ. നിൻ്റെ ഭൃത്യനായ യോവാബ് തന്നെയാകുന്നു ഇത് അടിയനോട് കൽപ്പിച്ചത്. അവൻ തന്നെ ഈ വാചകമൊക്കെയും അടിയനെ ഉപദേശിച്ചു തന്നത് എന്നിങ്ങനെ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ടപ്പോഴത്തേക്കും ദാവീദ് രാജാവ് പറഞ്ഞു, അബ്ശാലോം കുമാരനെ കൊണ്ടുവരിക എന്ന് പിന്നെ പറഞ്ഞ് അങ്ങനെ യോവാബ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് രാജാവിനെ അഭിനന്ദിച്ചു. കാരണം രാജാവിനത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ യോവാബിനെ കൂട്ടിക്കൊണ്ടുവന്നു. അബ്ശാലോം അവൻ്റെ വീട്ടിലോട്ട് പോയി. കാരണം അവൻ തൻ്റെ മുഖം കാണരുത് എന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. പിന്നെ ഇവിടെ അദ്ദേഹത്തിൽ തന്നെ ഈ അബ്ശാലോമിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നതാണ്. കാരണം അബ്ശാലോം കുറേ അധികം ഈ പറഞ്ഞ പോലെ ഈ കൗശല്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അബ്ശാലോം സൗന്ദര്യം കൊണ്ട് വളരെയധികം ശ്രേഷ്ഠനായിരുന്നു എന്ന് അവിടെ പറയുന്നത്. എല്ലാ ഇസ്രായേലിലും സൗന്ദര്യം കൊണ്ട് അബ്ശാലോമിനോടും ശ്ലാഘ്യനായ ഒരുത്തിനും ഉണ്ടായിരുന്നില്ല. അടിതൊട്ട് മുടി വരെ അവനൊരു ഊനവും ഇല്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ അബ്ശാലോമിന് 3 പുത്രന്മാരും താമാർ എന്നു പേരുള്ള ഒരു മകളും ജനിച്ചിരുന്നു. അങ്ങനെ 2 വർഷം അബ്ശാലോം രാജാവിനെ കാണാതെ അവിടെ യെരൂശലേമിൽ കഴിഞ്ഞു. അപ്പം ഒരു ദിവസം അബ്ശാലോം യോവാബിനെ രാജാവിൻ്റെ അടുക്കൽ അയക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് യോവാബ് വന്നില്ല. അപ്പോൾ
വരാത്തതുകൊണ്ട് അബ്ശാലോം തൻ്റെ വേലക്കാരോട് യോവാബിൻ്റെ ഒരു സ്ഥലം നിലം കിടപ്പുണ്ട്, അതിൻ്റെ അകത്ത് യവം ഇതിങ്ങനെ വിളഞ്ഞ് കിടപ്പുണ്ട്, അത് എന്ന് തീ വെച്ച് ചുട്ട് കളയുമെന്ന് പറഞ്ഞു. അതായത് വിളിച്ചിട്ട് വരാത്തതിൻ്റെ ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനായിട്ടാണ്. അങ്ങനെ അബ്ശാലോമിൻ്റെ ഭൃത്യന്മാർ അത് ചെന്നിട്ട് ചുട്ട് കളഞ്ഞു, തീ വെച്ച് ചുട്ട് കളഞ്ഞു മുഴുവൻ. അപ്പോൾ യോവാബ് ചെന്നിട്ട് എന്തിനാ അങ്ങനെ ചെയ്യിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് രാജാവിൻ്റെ അടുത്ത് നിന്നെ അയക്കാൻ വേണ്ടിയിട്ട് നിന്നെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നിങ്ങനെ വന്നു. അങ്ങനെ യോവാബ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് രാജാവിനോട് പറഞ്ഞിങ്ങനെ, ഇത്രയും നാളായിട്ട് ഞാനിവിടെ നിൽക്കുന്നു, അപ്പോൾ ഞാൻ ഇതുവരെയും രാജാവിനോട് അടുത്തേക്ക് വരാനായിട്ട് എനിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ രാജാവിൻ്റെ മുഖം കാണണം, കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് യോവാബിനെ വിട്ടതാണ്. അപ്പോൾ അങ്ങനെ അത് ചെന്ന് പറഞ്ഞ് അങ്ങനെ രാജാവ് പിന്നെ അബ്ശാലോമിനെ വിളിപ്പിച്ചു. അങ്ങനെ അവർ തമ്മിൽ കണ്ടു, ചുമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ അപ്പോൾ ദാവീദ് രാജാവുമായിട്ടുള്ള ആ പിണക്കം അങ്ങ് മാറി. അതിനുശേഷം ഈ അബ്ശാലോം പിന്നെ ദാവീദിനെതിരെ നീങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തൻ്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അപ്പോൾ അബ്ശാലോം സ്വന്തമായിട്ട് സൈന്യത്തെ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അബ്ശാലോം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്, അബ്ശാലോം അതുകാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ വഴിയരികെ നിൽക്കും. ആരെങ്കിലും വ്യവഹാരം ഉണ്ടായിട്ട് രാജാവിൻ്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ച്, നീ ഏത് പട്ടണക്കാരൻ എന്ന് ചോദിക്കും. അടിയൻ ഇസ്രായേലിൽ ഇന്ന ഗോത്രക്കാരൻ എന്ന് പറയുമ്പോൾ അബ്ശാലോം അവനോട്, നിൻ്റെ കാര്യം ന്യായവും നേരുമുള്ളത്, എങ്കിലും നിൻ്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് സ്വന്തമായിട്ട് പറയും, വഴക്കും വ്യവഹാരവും ഉള്ളവരെയൊക്കെ എൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം എന്നെ രാജ്യത്ത് ന്യായാധിപനാക്കിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേലിയരുടെ ഹൃദയം വശീകരിച്ച് കളഞ്ഞു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി കുറേ നാൾ കൂടി കൊണ്ട് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ഒരു പേര് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ അകമ്പടികളും സ്വന്തമായിട്ടുള്ള ഒരു പട്ടാളം അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പ് ആളുകളെയും സമ്പാദിച്ചു. 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അബ്ശാലോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്ക് ഒരു നേർച്ച ഹെബ്രോനിൽ ചെന്ന് കഴിപ്പാൻ അനുവാദം തരണമേ. യഹോവ എന്നെ യെരൂശലേമിലേക്ക് മടക്കി വരുത്തിയാൽ യഹോവയ്ക്ക് ഒരു ആരാധന കഴിക്കും എന്ന് അടിയൻ അരാമിലെ ഗശൂരിൽ പാർത്ത കാലം ഒരു നേർച്ച നേർന്നിരുന്നു. രാജാവ് അവനോട് സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹെബ്രോനിലേക്ക് പോയി. ഈ ഹെബ്രോൻ്റെ ഒരു പ്രത്യേകത, ഹെബ്രോൻ ഈ യഹൂദയിലെ ഈ അധികാരത്തിൻ്റെ കേന്ദ്രമാണ് ഹെബ്രോൻ. ദാവീദ് രാജാവും ഹെബ്രോനിലാണ് ആദ്യം ഈ അധികാരം നേടുന്ന സമയത്ത് ഹെബ്രോനിൽ വെച്ചാണ് ദാവീദിനെ രാജാവായിട്ട് ഇസ്രായേൽ യഹൂദ മൂപ്പന്മാർ പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ മൂപ്പന്മാരല്ല, യഹൂദ മൂപ്പന്മാർ. അപ്പോൾ അവിടെയാണ് ഈ അധികാരത്തിൻ്റെ സീറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു പ്രദേശമാണ് ഈ ഹെബ്രോൻ. അപ്പോൾ അങ്ങനെ ഹെബ്രോനിലേക്ക് പോയിട്ട് ഈ അബ്ശാലോം ഇസ്രായേൽ ഗോത്രങ്ങളിലെല്ലായിടത്തും ചാരന്മാരെ അയച്ചു കഴിഞ്ഞിട്ട് കാഹളനാദം കേൾക്കുമ്പോൾ അബ്ശാലോം ഹെബ്രോനിലെ രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുമെന്ന് പറയിച്ചിരുന്നു. അങ്ങനെ ഹെബ്രോനിൽ ചെന്നിട്ട് രാജാവായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് പോയത്. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ പിന്നെ പറയുന്നുണ്ട്, 200 പേര് യെരൂശലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായിട്ട് പോയിരുന്നു. പക്ഷേ അവരാരും ഒന്നും അറിഞ്ഞില്ല. അവരൊന്നും അറിയാതെ തങ്ങളുടെ പരമാർത്ഥതയിലായിരുന്നു പോയത്. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിൻ്റെ മന്ത്രിയായ അഹീതോഫെൽ എന്ന ഗിലോന്യനെയും അവൻ്റെ പട്ടണമായ ഗിലോനിൽ നിന്ന് ആളയച്ചു വരുത്തി. ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കരമായിട്ട് അബ്ശാലോമിൻ്റെ അടുത്ത് കൂടി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അബ്ശാലോം അവിടെ ഓൾറെഡി ഒരു രാജാവായിട്ട് മാറിക്കഴിഞ്ഞു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ചെന്നിട്ട് ഒരു ദൂതൻ ചെന്നിട്ട് പറഞ്ഞു, ഇസ്രായേലിയരുടെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചു പോയി എന്നറിയിച്ചു. അങ്ങനെ ഇസ്രായേൽ
ഗൃഹത്തിലെ ഇസ്രായേൽ ഗൃഹത്തിലെ ഈ പ്രദേശത്തെല്ലാം ചാരന്മാരെയൊക്കെ അയച്ചു. അപ്പോൾ അവർ എല്ലാം ഈ അബ്ശാലോം വശീകരിച്ച് അബ്ശാലോമിൻ്റെ വഴിയിലേക്ക് ഇവരെല്ലാം കൂറുമാറി. അപ്പോൾ ഈ യെരുശലേമിൽ യഹൂദയിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യഹൂദയിലുള്ള ആളുകൾ ദാവീദിനോട് ചേർന്ന് നിന്നു. അപ്പോൾ യെരുശലേമിൽ കൂടെയുള്ള സകലഭൃത്യന്മാരോട് നാം എഴുന്നേറ്റ് ഓടിപ്പോകുക, അല്ലെങ്കിൽ നമ്മൾ ആരെയും അബ്ശാലോമിൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകുകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിൻ്റെ വയത്തലയാൻ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുവിൻ എന്ന് പറഞ്ഞു. രാജഭൃത്യന്മാർ രാജാവിനോട് യജമാനായ രാജാവിൻ്റെ ഹിതമൊക്കെയും അടികൾക്ക് സമ്മതം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ യെരുശലേം ഉപേക്ഷിച്ച് ദാവീദിൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും പോവാണ്. അങ്ങനെ നേരത്തെ നാഥാൻ പ്രവാചകൻ വഴി ദൈവം കൽപ്പിച്ചതുപോലെ അതിൽ പറയുന്നുണ്ട്, ഇത് പറഞ്ഞിരിക്കുന്ന പോലെ ഈ രാജധാനി സൂക്ഷിക്കാനായിട്ട് രാജാവ് 10 വെപ്പാട്ടികളെ താമസിപ്പിച്ചിരുന്നത്. അത് വെപ്പാട്ടികൾ എന്ന് പറഞ്ഞാൽ ഭാര്യമാരല്ലാത്ത സ്ത്രീകൾ. എന്നാൽ അവർ ഭാര്യമാരുടെ കർമ്മം തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ അവിടെ രാജാവ് നിർത്തിയിരുന്നു. ഇങ്ങനെ രാജാവ് പുറപ്പെട്ട് ജനമൊക്കെയും പിന്നാലെ ചെന്നു. അങ്ങനെ അവർ പോയി. അങ്ങനെയുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ പറയുന്നത്, അവർ പോകുന്ന വഴി എന്ന് വെച്ചാൽ അവർ ബേത്ത് മെഹാർക്കിൽ നിന്നു. പിന്നെ എല്ലാ ക്രേത്യരും പ്ലേത്യരും അവനോടുകൂടെ ഗത്തിൽ പോയിരുന്ന 600 പേരായ എല്ലാ ഗത്യരും രാജാവിൻ്റെ മുമ്പാകെ കടന്നുപോയി. അങ്ങനെ ഈ ദാവീദ് രാജാവിനോട് കൂറുള്ള എല്ലാവരും രാജാവിൻ്റെ കൂടെ തന്നെ പോയി. പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നുണ്ട്, ഗിത്യനായ ഇത്തായി എന്നുള്ള ആള്. അങ്ങനെ അവരെല്ലാം പോയി. പിന്നെ ഈ പ്രധാനമായിട്ടുള്ളൊരു തോടുണ്ട്, കിദ്രോൻ തോടെന്ന് പറയും. ഈ തോടും കഴിഞ്ഞിട്ട് പിന്നെ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരുഭൂമിയിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അതിലേക്കുള്ള വഴി കൂടി ഇവരെല്ലാം കൂടി പോയി. അപ്പോൾ ഈ സാദോക്ക് എന്ന പേരുള്ള രാജാവിൻ്റെ കൂടെയുള്ള മറ്റൊരു ഭൃത്യൻ ഒരു പ്രധാന വ്യക്തിയായിരുന്നു. അപ്പോൾ സാദോക്ക് അവനോട് കൂടെ ദൈവത്തിൻ്റെ നിയമപെട്ടകം ചുമന്നുകൊണ്ട് എല്ലാ ലേവ്യരും വന്നു. അപ്പോൾ ഇവർ നിയമപെട്ടകമൊക്കെ എടുത്തുകൊണ്ടാണ് അവർ പോയത്, കാരണം യെരുശലേമിൽ നിന്ന്. അപ്പോൾ അവർ ഈ ദൈവത്തിൻ്റെ പെട്ടകമൊക്കെ എടുത്തുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും പ്രധാന പുരോഹിതനായുള്ള അബ്യാഥാരുണ്ട്. അബ്യാഥാരും ദൈവത്തിൻ്റെ ഈ പെട്ടകത്തിൻ്റെ കൂടെ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ രാജാവ് പറഞ്ഞു, ദാവീദ് രാജാവ് പക്ഷേ അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ പെട്ടകം എടുത്ത് പട്ടണത്തിലേക്ക് തിരിച്ച് കൊണ്ടുപോവുക. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. ഇതും തിരുനിവാസവും കാണുവാൻ എനിക്ക് ഇടയാകും. അല്ല, എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്ന് അവൻ കൽപ്പിക്കുന്നെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. അവൻ തനിക്ക് ഹിതമാകും വണ്ണം എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദൈവത്തിൻ്റെ വിശുദ്ധ പെട്ടകത്തെ ഒരു എന്താ പറയുക, ഈ ഒരു പ്രശ്നത്തിൽ ഒരു ഭാഗമായിട്ട് മാറ്റുവാനായിട്ട് ദാവീദിന് ഒരു താല്പര്യം തോന്നിയില്ല. അങ്ങനെ അത് കൊടുത്തു വിടുന്നതായിട്ട് പിന്നെ തിരിച്ച് യെരുശലേമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ പുരോഹിതനായ സാദോക്കിനോട്, ദർശക, നീ സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോവുക. നിങ്ങളുടെ 2 പുത്രന്മാർ, നിൻ്റെ മകൻ അഹിമാസും അബ്യാഥാറിൻ്റെ മകനായ യോനാഥാനും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് സൂക്ഷ്മ വർത്തമാനം കിട്ടും വരെ ഞാൻ മരുഭൂമിയിലേക്കുള്ള കടവെങ്കിൽ താമസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ എല്ലാവരും യെരുശലേമിലേക്ക് പോയി. എങ്കിലും അവരുടെ കൂറ് ദാവീദിനോടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ദാവീദ് എന്നെ അറിയിക്കാനായിട്ട് അവരെ ആക്കി. അങ്ങനെ അവർ പോയി. അങ്ങനെ ദാവീദും കൂടെയുള്ള ജനമെല്ലാം ഒലിവുമലയുടെ കയറ്റം കയറി ഒലിവുമലയിലേക്ക് പോയി. പിന്നെ അങ്ങനെയുള്ള ചില സംഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇങ്ങനെ അപ്പോൾ അബ്ശാലോമിനോട് കൂടെ അഹീത്തോഫൽ, അതായത് ദാവീദ് രാജാവിൻ്റെ ഒരു മന്ത്രി കൂടെ ഉണ്ട് എന്ന് ദാവീദ് കേട്ടപ്പോൾ അതൊരു വലിയൊരു ദാവീദ് രാജാവിന് വലിയൊരു ദുഃഖമുണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. എന്നാൽ
അപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു, യഹോവേ, അഹീതോഫെലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് മലമുകളിൽ കയറി ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്തെത്തി. മുമ്പ് ആരാധിച്ചു വന്നിരുന്ന ദാവീദ് മലമുകളിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹൂശായി, അർഖ്യനായ ഹൂശായി ഇങ്ങനെ ദുഃഖിച്ച് ഒക്കെ വരുന്നത് കണ്ടു. അങ്കി കീറിയും തലയിൽ മണ്ണ് വാരിയിട്ടും കൊണ്ട് വരുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് അവനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വരണ്ട, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്കത് ഭാരമായിരിക്കും. അതുകൊണ്ട് നീ പട്ടണത്തിലേക്ക് മടങ്ങി ചെന്ന് അബ്ശാലോമിനോട്, രാജാവേ, ഞാൻ നിൻ്റെ ദാസനായിരുന്നു കൊള്ളാം, ഇതുവരെ നിൻ്റെ അപ്പൻ്റെ ദാസനായിരുന്ന പോലെ ഞാൻ ഇപ്പോൾ നിനക്ക് ദാസനായിരിക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് അഹീതോഫെലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാൻ കഴിയും. അപ്പോൾ അവനെയും ആ ആളെയും ഇങ്ങനെ കൂറ് ദാവീദ് രാജാവിനോടായതുകൊണ്ട് പുള്ളിയെയും തിരിച്ച് ഈ പട്ടണത്തിലേക്ക് വിടുവാനായിട്ട് ഇടയെ തീർന്നു. അങ്ങനെ അവർ തിരിച്ച് എന്തെങ്കിലും വർത്തമാനം ഉണ്ടെങ്കിൽ തിരിച്ച് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ അതിനാക്കി. അങ്ങനെ 15-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ആ ഒരു ഇതിലാണ്, അതായത് ഒരു വലിയൊരു അട്ടിമറി അവിടെ നടക്കുകയാണ്. ഈ ആധുനിക കാലത്ത് വിപ്ലവങ്ങളൊക്കെ ഈ മറ്റേ മിലിറ്ററി വിപ്ലവങ്ങളൊക്കെ നടക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് അന്ന് നടന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുന്നേ കൂട്ടി ഈ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ദാവീദ് രാജാവ് പെട്ടെന്ന് തന്നെ തൻ്റെ ആളുകളെയും കൊണ്ടൊക്കെ രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലെങ്കിൽ അബ്ശാലോം കുറച്ച് അല്പം താമസിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അബ്ശാലോം കൂടെയുള്ള ആളുകളെ കൊണ്ട് വന്നിട്ട് ദാവീദ് രാജാവിനെ ആക്രമിച്ചാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ 15-ാമത്തെ അധ്യായത്തിൽ വരുന്നത്. പിന്നെ അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളാണ് 16-ഉം 17-ലും ഒക്കെ വരുന്നത്. അത് കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. എന്തായാലും ദൈവസന്നിധിയിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ദൈവം നടത്തിക്കൊണ്ട് വരുന്ന വ്യക്തികൾ ദൈവസന്നിധിയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് മാറി തെറ്റിൻ്റെ വഴിയിലേക്ക് തിരിയുമ്പോഴത്തേക്കും ദൈവം അത് ഒരിക്കലും ക്ഷമിക്കില്ല. സാധാരണഗതിയിൽ ഒരു നമ്മൾ അങ്ങനെ ഒരു, കാരണം അത് മനഃപൂർവ്വം, കാരണം ദൈവം തമ്മിൽ എല്ലാം വെളിപ്പെടുത്തി തരികയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരികയും അല്ലെങ്കിൽ നടത്തുകയൊക്കെ ചെയ്ത് അതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യവുമുള്ള സ്ഥിതിക്ക് നമ്മൾ പിന്നെ അതിൽ നിന്ന് വിട്ടുമാറി നമ്മൾ പോകുകയെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല. അത് വലിയ രീതിയിൽ ദൈവകോപം ഉളവാക്കുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ദാവീദ് രാജാവിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അതിലുണ്ടായത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നീ എന്ത് ചോദിച്ചിരുന്നെങ്കിലും ഞാൻ ഇനിയും കൂടുതൽ തരുമായിരുന്നു എന്നുള്ള രീതിയിൽ അവിടെ ദൈവം തന്നെ നാഥാൻ പ്രവാചകൻ വഴി കൽപ്പിക്കുന്നുണ്ട്, അത് അരുളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാവീദ് രാജാവിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു വലിയൊരു പിഴയാണ് അത്. ആ പിഴവനാണ് ഈ ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തികളും വരുന്നത് വഴി ദാവീദ് രാജാവ് അതിന് മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫലമാണ് പിന്നീട് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം പണിയാൻ പോലുള്ള ഒരു ഇതുപോലും ദാവീദ് രാജാവിന് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നില്ല. കാരണം മന്ദിരം പണിയേണ്ട ആ ചുമതല ദൈവം ശലോമോനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കണ്ടു, മോശയുടെ കാലത്താണെങ്കിലും മോശയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മോശയെ പോലെ ഒരു പ്രവാചകൻ പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മോശയെ കൂട്ടുകാരനെ പോലെയാണ് ദൈവം കരുതിയിരുന്നത്. അപ്പോൾ മോശയെ അതുപോലെ ദൈവം നടത്തി. എന്നാൽ മനുഷ്യൻ്റെ കൂടെയുള്ള സാധാരണഗതിയിലുള്ള ഒരു ബലഹീനത മോശയ്ക്കും ഉണ്ടായിരുന്നു. അങ്ങനെ മോശയും ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ചില കാര്യങ്ങളിൽ ശങ്കിച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മോശയ്ക്ക് വിശുദ്ധ നാട്ടിലേക്ക് പോകുവാനായിട്ട് ദൈവം അനുവാദം കൊടുത്തില്ല എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ബലഹീനത മനുഷ്യൻ്റെ ഒരു രക്തത്തിലുള്ളതാണ്. എന്നാൽ ബലഹീനതയ്ക്ക് എന്താണ് മറുപടി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടുതലായിട്ട് പറ്റിച്ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതലായിട്ട് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവവചനങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിനനുസരിച്ച് നമ്മൾ തീരുമാനമെടുത്ത് പോകുമ്പോൾ നമുക്ക് പരിപൂർണമായിട്ട് ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു വേണം നമ്മൾ ഓരോന്ന് ചെയ്യുവാനായിട്ട്. പിന്നീട് അതിൽ നിന്ന് പിന്മാറ്റം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും പോകാനായിട്ട് പാടില്ല എന്നുള്ളത് പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ കാര്യങ്ങൾ മുഴുവൻ
ചെയ്യുവാനായിട്ട്. എന്നാൽ നമ്മൾ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ നമ്മളിനി നടക്കും എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം നമ്മളെടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ നടത്തും. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നും നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം പരിശുദ്ധാത്മാവ് തന്നെ നോക്കിക്കോളും. അത് ഏത് കാലത്താണ്, ഏത് കൊറോണ വന്നാലും എന്ത് വന്നാലും പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. അത് എത്ര വലിയ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവം നേരിട്ടുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസത്തിൽ വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.